അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി എങ്ങനെ നോക്കാം. മത്തങ്ങ പുളിങ്കറി എന്ന് പറയും. സാധാരണ മത്തങ്ങ പുളിങ്കറി നാളികേര അരച്ചിട്ടും ഉണ്ടാക്കും, നാളികേര അരയ്ക്കാതെ ഉണ്ടാക്കും. ഇത് നാളികേര അരയ്ക്കാതെ വയ്ക്കുന്ന ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും, എന്നാൽ അറിയാത്തവരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ പുളിങ്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മത്തങ്ങ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആണ് ഒരു കപ്പ്. ആ കപ്പിന് 2 കപ്പ്. അത് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മത്തങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസസ് ആക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി ആകുമ്പോൾ ഒരു 5-10 എടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഈ മത്തങ്ങയും സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒറ്റ വിസിൽ തന്നെ നമുക്ക് വേഗം വേവിച്ചെടുക്കാവുന്നതാണ്. പരിപ്പിന് ഞാൻ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വെച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പരിപ്പിൻ്റെ കൂടെ ഈ കഷ്ണങ്ങൾ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ ഒരുപാട് അങ്ങ് വെന്ത് കലങ്ങിപ്പോവും. അപ്പോൾ ഈ കൂട്ടാൻ അത്ര നന്നായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം പരിപ്പ് വേവിച്ചെടുത്തത്. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞിട്ടുള്ളതാണ് ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. പ്രത്യേകിച്ച് നമ്മൾ പുളിയുള്ള കറികളിലൊക്കെ ചെറുതായിട്ട് ശർക്കരയോ അതേമാതിരി തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് വരിക. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 2-3 വറ്റൽമുളക്, പിന്നെ 2-3 വെളുത്തുള്ളി അല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും ചേർക്കാം. ഇനി ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഒരു 2-3 മണിക്കൂർ നേരമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ചോറിൻ്റെ കൂടെ കഴിക്കാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണല്ലോ. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്